അനുക്കയുടെ ഉമ്മ മരിക്കുന്ന ഒരു സംഭവം ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളൂ, എന്നാലും പറയാം. അതായത് മൂസയുടെ ഏറ്റവും വലിയ ഒരു സ്ലാപ്സ്റ്റിക്കാണ് ഈ പറഞ്ഞ പോലെ. ഈ മുകളിലോട്ട് പോകുമ്പോൾ സലീം ബൈ ചുറ്റി വെച്ച് അടിക്കുന്നു, താഴോട്ട് വീഴുന്നു, വലിവണ്ടി, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. പാട്ടിന്റെ അത് ഈ സ്ലാപ്സ്റ്റിക് ആയതുകൊണ്ട് ഒരുപാട് ഷോട്ട് സ്റ്റേഡിയത്തിനോട്. അപ്പൊ ഒരുപാട് ഷോട്ട് കട്ട് ചെയ്യണം, ഒരുപാട് ആംഗിൾ എടുക്കണം. അതും അന്ന് ഇന്നത്തെ പോലത്തെ വേറെ ഫിലിമിലാണ് ഇത് എടുത്തോണ്ടിരിക്കുന്നു. അനീഫ്ക വളരെ കാര്യമായിട്ട് അഭിനയിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോടൊന്ന് ചോദിച്ചു, ജോണി അപ്പോൾ ഒരു വിത്തൗട്ട് ബ്രേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2:30. അപ്പം അപ്പുറത്തിന് ബ്രേക്ക് ഇല്ലായിരുന്നു. അപ്പോൾ 2:30 ആയപ്പോൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, കഴിഞ്ഞില്ല എൻ്റെ പോർഷൻ. ഞാൻ പറഞ്ഞു അനീഫ്ക കഴിഞ്ഞു. ഞാൻ ജോണി ഇങ്ങനത്തെ ഒരു സീക്വൻസ് എടുക്കുമ്പോൾ പറയരുതല്ലോ എന്ന് വിചാരിച്ചാ എൻ്റെ ഉമ്മ മരിച്ചു പോയി. നമുക്കൊരു വലിയ ഷോക്കായി. അപ്പോൾ ഞാൻ ആലോചിക്കാറ് ഈ മനുഷ്യൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്. പിന്നെ അതേ ഒരു സംവിധായകനായിരുന്നു. അല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സീനൊക്കെ എടുക്കുമ്പോൾ ഇനി അത് പറഞ്ഞ് ഞാൻ പോയാൽ ഈ കോമ്പിനേഷൻ പോകും, പിന്നെ സലീം ഒരു വഴിക്ക് പോകും, അച്ചോൻ ഒരു വഴിക്ക് പോകും, പിന്നെ കിട്ടാൻ പാടുപെടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ശരിക്കും നമുക്ക് തന്നെ അന്നത്തെ ദിവസം. പിന്നീട് അനുക്കയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം ഓർക്കുന്നൊരു മെയിൻ കാര്യം